ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് ഇതിൽ. ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്, ചില്ലി ചിക്കൻ ഗ്രേവിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. രണ്ടുപേരും ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കുറച്ച് തോനെ നേരം കിടന്നുറങ്ങും, പക്ഷേ ഇന്ന് ഭയങ്കര നേരത്തെ രണ്ടുപേരും എണീറ്റ് രണ്ടുപേരും കൂടി കുറേ നേരം ഇരുന്ന് കളിക്കും ബെഡിൽ. ഈ കളികളൊക്കെ കഴിഞ്ഞിട്ടാണ് താഴത്തോട്ട് വന്ന് പല്ല് തേക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ. അപ്പോൾ രാവുണ്ണി ഇപ്പോൾ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യാനൊക്കെ പഠിച്ചു. ഒറ്റയ്ക്ക് തുപ്പാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുപ്പും. ആദ്യമൊക്കെ അവൻ പേസ്റ്റ് കഴിക്കുമായിരുന്നു, ഇപ്പോൾ ആ സീനൊന്നും ഇല്ല. അത് കഴിഞ്ഞ് രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ എന്താ കഴിക്കുന്നത് അതുതന്നെ അവരും കഴിക്കുക, അത് കഴിക്കാനാണ് അവർക്കിഷ്ടം. അപ്പോൾ ഇത് നീർദോശയും സ്റ്റ്യൂ ആയിരുന്നു. അപ്പോൾ കുഞ്ഞിക്കും പല്ലൊന്നും വന്നിട്ടില്ലെങ്കിലും അവൾക്കും ഇത് കഴിക്കാൻ തന്നെ ഇഷ്ടം. അപ്പോൾ ഞാൻ അവളെ കയ്യിൽ നിന്ന് അവൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ അവൾ ഭേഷം കെട്ട് കാണിക്കുന്നതാണിത്, അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നാണെങ്കിൽ മഴയൊക്കെ പെയ്ത് ആകെ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങളൊരു വാക്കിനൊക്കെ പോയപ്പോൾ വഴി നിറയെ ആകെ മഞ്ഞാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. ഇത് അമ്മയുടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നീർദോശയും വെജിറ്റബിൾ സ്റ്റ്യൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം മഴയൊക്കെ കണ്ട് മഴ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് രാവുണ്ണിയുടെ മാമിയും കൂടിയിട്ട് ബൈക്കിൽ പോയി. അവന് നല്ല ഇഷ്ടമാണ് ബൈക്കിൽ പോകുന്നതൊക്കെ. നമുക്കിനി ചില്ലി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി നോക്കാം. ഇത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇത് പിസ്സ സീസണിങ്ങാണ്. ഇതിൽ ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തില്ല, പകരം ഈ പൊടി ചേർത്തു. പിന്നെ കുറച്ച് വിനീഗറും കോൺഫ്ലോറും പിന്നെ ഒരു മുട്ടയും പൊടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ഉരുക്കുക. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഗാർലിക് അത് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ സവോളയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സോയ സോസും അതുപോലെ തന്നെ കുറച്ച് വിനേഗറും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ സെറ്റായി. ഇനി അടുത്തത് നമുക്ക് കറിക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് നൈസായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളക് നുറുക്കിയതും സവോള അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി വഴഞ്ഞ് വരണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു സ്ലറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിക്കായി വരും. തിക്കായി വന്ന് നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഈ ഉള്ളിത്തണ്ടിൻ്റെയൊക്കെ ഗ്രീൻ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ല. നമ്മൾ ഫ്രൈഡ് റൈസിലും അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങളതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ലഞ്ച് ഇതായിരുന്നു. രാവുണ്ണിയുടെ ഒരു ഫേവറേറ്റ് ഫുഡ് അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.